തിരിച്ചു വരാം. അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ, അതിലെന്തോ ഒരു തിരുത്തുണ്ട്. അതായത് 678 ബാച്ചുകൾ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ തീരെ സ്കൂളുകളില്ലാത്ത പഞ്ചായത്തുകൾ 134. അതോടൊപ്പം തന്നെ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ 101 സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നു. ബാക്കി ഉള്ളത് നിലവിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അധിക ബാച്ച് കൊടുക്കുന്നു. ഇങ്ങനെയാണ് അതാണ് സ്കൂളുകളുടെ എണ്ണമല്ല അദ്ദേഹം പറഞ്ഞത്, ബാച്ചുകളുടെ എണ്ണം, അപ്ഗ്രേഡ് ചെയ്യുന്ന സ്കൂളുകളുടെ എണ്ണം. ഇത് മന്ത്രിസഭാ ഉപസമിതി ശുപാർശയാണ്. അത് ഇന്ന് മന്ത്രിസഭ ചർച്ച ചെയ്തിട്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അത്തരം എല്ലാ നിർദ്ദേശങ്ങളും പഞ്ചായത്തുകളിൽ സ്കൂളില്ലാത്ത പഞ്ചായത്തുകളിൽ സ്കൂൾ അനുവദിക്കേണ്ടെന്ന് ഇന്നലെ UDF യോഗം തീരുമാനിച്ചു. പുതിയ സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടെന്ന് UDF യോഗം തീരുമാനിച്ചു. ഇന്ന് മന്ത്രിസഭ അത് അതേപടി അംഗീകരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് മന്ത്രിസഭാ ശേഷം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പറഞ്ഞത് 189 സ്കൂളുകളിലെ ഞങ്ങൾ പരിഗണിക്കുന്നുള്ളൂ, എറണാകുളം മുതൽ കാസർഗോഡ് വരെ ബാക്കിയുള്ളവരുടെ അപേക്ഷ പരിഗണിക്കും എന്നൊക്കെ. അതായത് ഈ പറയുന്നതിലൊരു വ്യക്തത കുറവുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. രണ്ടാമത് പറഞ്ഞത് പെട്ടെന്നുള്ളൊരു വിഷയം എന്ന് പറയുന്നതിൽ ഒരു വസ്തുതാവിരുദ്ധതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇത് പെട്ടെന്നുള്ളൊരു വിഷയമല്ല. 2009 മുതൽ ഇവിടെ കേരളത്തിൽ വളരെ പ്രക്ഷുബ്ധമായ സമരങ്ങൾ നടക്കുന്ന ഒരു പ്രശ്നമാണ്. എല്ലാ കൊല്ലവും ഇത് തന്നെയാണ് പറയാ. 2009 മുതൽ 2014 ഇത്ര നീണ്ട 5 വർഷത്തിലേറെ സമയം ലഭിച്ചിട്ടും ഈ പ്രശ്നത്തിൽ മൗലികമായൊരു പരിഹാരമില്ല. എല്ലാ കൊല്ലവും പൊടിക്കൈകളാണ്. അൺഎയ്ഡഡ് മേഖലയിൽ സീറ്റ് വർദ്ധിപ്പിക്കുക, ബാച്ചുകൾ വർദ്ധിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് ജനസംഖ്യാനുപാതികമായി പഠിക്കാനുള്ള അവസരമാണ്. ഇവിടെ 189 പഞ്ചായത്തുകൾ, ഹയർ സെക്കൻഡറി ഇല്ലാത്ത പഞ്ചായത്തുകൾ സ്കൂൾ അനുവദിക്കുമ്പോൾ 5 കുട്ടികൾ SSLC ജയിച്ച പഞ്ചായത്തിൽ പോലും 2 ബാച്ചുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ശുപാർശ ചെയ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം ഒരു മാനദണ്ഡം തന്നെ ശരിയല്ല. ജനസംഖ്യാനുപാതികമായി എവിടെയാണോ കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂൾ ആവശ്യം അവിടെയൊക്കെ സ്കൂൾ അനുവദിച്ചുകൊണ്ടാണ് സാമൂഹ്യനീതി യാഥാർത്ഥ്യമാക്കേണ്ടത്. ഈ സീറ്റുകൾ, ബാച്ചുകൾ, സ്കൂളുകൾ എന്ന അതിലെ അപര്യാപ്തതകൾ, കുറവുകൾ, ഇതിനപ്പുറത്തേക്ക് ഒരു സമഗ്രമായൊരു മാനവവിഭവശേഷി വികസനം എന്ന കാഴ്ചപ്പാടോടു കൂടിയുള്ള ഒരു ആലോചന, ഒരു ആസൂത്രണം, അത് ഏതെങ്കിലും ഒരു കാലത്ത് ഈ ചർച്ചകൾക്കപ്പുറത്ത്, ഇത്തരം വാദപ്രതിവാദങ്ങൾക്കപ്പുറത്ത് നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇർഷാദ് തന്നെ ഇപ്പോൾ പറഞ്ഞതാണ് അതിൻ്റെ വസ്തുത. ഓരോ സമയത്ത് ഇപ്പോൾ ഇർഷാദ് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഭരണകൂടത്തെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതാണ് ഇത് താൽക്കാലികമായ ഒരു പൊടിക്കൈ അല്ലെങ്കിൽ ഒരു താൽക്കാലികമായ ഒരു തട്ടിപ്പ് എന്ന രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളും യുവജന പ്രസ്ഥാനങ്ങളും കൂടി അതിന് ഭാഗമാണ് എന്ന ആരോപണമാണ് ഞാൻ ഉന്നയിക്കുന്നത്. അവരും ഈ സമയം എത്തുമ്പോൾ ഒരു പ്രതിഷേധം നടത്തുകയും ജാഥ നടത്തുകയും ഇതുപോലെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്നല്ലാതെ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്നുകിൽ നേരത്തെ തന്നെ ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ആലോചിക്കുക. ഒന്നത്. രണ്ടാമത്തേത്, കേരളത്തിൻ്റെ സമഗ്ര വികസനവും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു മാനവ വിഭവശേഷി വികസനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ +2 സീറ്റുകൾ മാത്രമല്ലാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ ഈ ചർച്ച പോയില്ല. കേരളത്തിന് മാത്രം എന്തുകൊണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബാധ്യതയെത്തിയിരുന്നു? എഡ്യൂക്കേറ്റഡായ ആളുകൾ പോലും ബാധ്യതയെത്തിയിരുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാം, നേരത്തെ ഇർഷാദ് എന്നെ ഇങ്ങോട്ട് എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, എല്ലാവർക്കും 12ാം ക്ലാസ് ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ പോവുകയാണ്, ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേന്ന്. നേരെ തിരിച്ച് 8ാം ക്ലാസ് മുതലെങ്കിലും അല്ലെങ്കിൽ 9ാം ക്ലാസ് മുതലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ മേഖലകളെ കൂടി കുട്ടികളെ തിരിച്ചു വിട്ടുകൊണ്ട് ഒരു കൈത്തൊഴിലെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തൊഴിൽ സാധ്യതയെങ്കിലും, ഒന്നുമില്ല ഒരു തൊഴിലിനുള്ളൊരു സന്നദ്ധതയെങ്കിലും ഒരു കുട്ടിയിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി, ചില അക്കാദമിക് പരിഷ്കാരങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് വളരെ വലിയ വിദ്യാഭ്യാസ വിചക്ഷണരായ ആളുകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും അത്തരത്തിലുള്ളൊരു ചർച്ച ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും നമ്മുടെ ITIകളിലും പോളിടെക്നിക്കുകളും പഠിപ്പിക്കുന്നത് ടൈപ്പ് റൈറ്റിംഗ് ആണ്. DTP എന്നൊരു കോഴ്സ് പോലും നമ്മുടെ ITIയിൽ ഇല്ല എന്നത് ഇന്ന് ഈ ചർച്ച കേൾക്കുന്നവരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ്? നേരത്തെ നമുക്കറിയാം സ്കാവെഞ്ചർ എന്ന് പറയുന്ന ഒരു തൊഴിലുണ്ടായിരുന്നു. അതിനെ മോഡേണൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്ലംബിംഗ് എന്ന തൊഴിലെത്തി. ഇന്ന് പ്ലംബർമാർ ഒരുപാടുണ്ട്. പഴയ സ്കാവെഞ്ചേഴ്സ് അല്ല ഇന്നത്തെ പ്ലംബർ. ഇങ്ങനെ ഒരു കോഴ്സിനെ മോഡേണൈസ് ചെയ്യുന്നതിനെക്കുറിച്ച് അങ്ങനെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള തൊഴിൽ മേഖലകളിലേക്ക് കൂടി ഒരു മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാന്യമായ തൊഴിൽ എന്ന രീതിയിൽ അതിൻ്റെ ഒരു അക്കാദമിക് തലം കൂടി വെച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ ചർച്ചകളിലേക്ക് ഈ ഒരു +2 സീറ്റിൻ്റെ അപര്യാപ്തത 2-3 വർഷത്തെ മാത്രം വിഷയമാണെങ്കിലും ഈ ചർച്ച കേട്ട് നിൽക്കുന്ന 10ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടിയുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടികൾക്ക് സീറ്റ് കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയിൽ ഇവിടെ സീറ്റ് വേണ്ടെന്ന് പറയുന്നത് എന്ത് ചർച്ചയാണെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള പരിമിതമായൊരു ചുറ്റുവട്ടത്തിൽ നല്ല ചർച്ച ചെയ്യുന്നത്.
വളരെ വലിയ ഒരു ഉയർന്ന തലത്തിൽ നിന്ന് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. റൈറ്റ്. ആ രീതിയിലാണ് +2 സീറ്റുകളുടെ കുറവിനെ സംബന്ധിച്ചുള്ള പരാതികൾ, അവഗണനയെക്കുറിച്ചുള്ള പരിദേവനങ്ങൾ അതൊക്കെ വരും കാലങ്ങളിൽ പരിഹരിക്കപ്പെടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിനുള്ള സമ്മർദ്ദങ്ങൾ ഉയർന്നു വരും എന്ന ഇർഷാദിൻ്റെ പ്രതീക്ഷ. ഒപ്പം പുതിയ മാനങ്ങളിലേക്ക്, പുതിയ മാർഗങ്ങളിലേക്ക് ചർച്ചകൾ മുന്നോട്ട് പോകും എന്ന അബ്ദുൽ ഹക്കീം മാഷിൻ്റെ പ്രതീക്ഷ. ഇത് രണ്ടും പങ്കുവെച്ചുകൊണ്ട് സ്പെഷ്യൽ എഡിഷൻ ഒരു ഇടവേളയിലേക്ക് പോകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത അബ്ദുൽ ഹക്കീം, എൻ ഷംസുദ്ദീൻ MLA, ഇർഷാദ്, P. ബിജു എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.